നമസ്കാരം. റിയൽ ചിത്രത്തിനൊപ്പം ഇന്നുള്ളത് നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ, എഴുത്തുകാരൻ, അതിലുപരി ഒരു പ്രൊഡ്യൂസർ ഒക്കെയായ ജീവൻ കൊട്ടായി സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ എന്താണ് പുതിയ വിശേഷങ്ങൾ, അതുപോലെ എന്തായിരുന്നു സാറിൻ്റെ ആദ്യ പ്രൊജക്റ്റ്? ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ദൂരദർശന് വേണ്ടിയിട്ടാണ് കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ളത്. ശരി 33 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. പഠിക്കാൻ വേണ്ടി രോഹിത് സാറിൻ്റെ കൂടെ എഴുതാൻ വേണ്ടി പോയി. അവിടെ ചീത്ത കേട്ടപ്പോൾ ഇറങ്ങി ഓടി കാരണം പറ്റുന്നില്ല. കാരണം ചീത്ത കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലില്ലാത്ത ഒരാളാണ് ഞാൻ. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചാണ്. അങ്ങനെ നേരെ തൃശ്ശൂർ വന്ന ശേഷം ഞാൻ ശരിക്കും പ്രോപ്പർ കോട്ടായാണ്, പാലക്കാട്. അത് ചെമ്പൈ ഭാഗവതരുടെ തൊട്ടുള്ള കോട്ടായി ആണ് വീട്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന്, കാരണം വീട്ടുകാരൻ സിനിമയ്ക്ക് സമ്മതിക്കുകയില്ല. സിനിമ കാണാൻ, സ്വപ്നം കാണാൻ പോലും സമ്മതിക്കില്ല. സിനിമയ്ക്ക് പോയാൽ അടി കിട്ടിയിട്ട് കുറേയുണ്ട്. എന്നാലും അടി കിട്ടിയാലും കുഴപ്പമില്ല എന്നിട്ട് കശുവണ്ടി പെറുക്കി കൊടുത്തിട്ട് സിനിമ കാണാൻ പോയിരുന്ന ആളാണ്. തറയിലിരുന്ന് സിനിമ കാണാനാണ് ഞാൻ. സിനിമ മുഖം ഭയങ്കരമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പ്രാപ്തിക്ക് വരാനുള്ള കഴിവൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ഏട്ടന്മാരും അച്ഛനും അമ്മയൊക്കെ അതിന് എന്താ പറയുക, നമ്മളെ ഒഴിവാക്കുമായിരുന്നു, എന്നെ അവോയ്ഡ് ചെയ്യിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ് സിനിമ മോഹം വന്ന ശേഷം എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ വരുന്നത് തൃശ്ശൂർ വന്നു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത് ഒരു മന എന്ന് പറഞ്ഞ ഒരു ടെലിഫിലിം എന്ന് പറഞ്ഞാൽ 2 എപ്പിസോഡുണ്ട്. സീമാജി നായരെ വെച്ചുകൊണ്ട് ഒരു ചെയ്തു. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. അഭിനയമോഹം കൊണ്ട് പൈസ ഇറക്കി പ്രൊഡ്യൂസ് ചെയ്തത്. അത് രാജോമ്പര ആലവട്ടം എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് രാജോമ്പരാണ് അത് ഡയറക്റ്റ് ചെയ്തത്. പിന്നീട് അത് അവിടെ നിന്ന് പിന്നെ പെൻ ഫ്രണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകൾ, ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അന്ന് തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പെൻ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഓർമ്മകളിൽ ഓണം, എൻ്റെ ഉണ്ണിക്കുട്ടന്, അതൊക്കെ ദൂരദർശനിൽ ഹിറ്റായിരുന്നു. അതിലൊക്കെ ചെറിയ ചെറിയ വേഷം കിട്ടിയുള്ളൂ. പിന്നീട് ഞാനതെല്ലാം ഉപേക്ഷിച്ചു. കാരണം ബാധ്യത കൊണ്ട് അത് മൊത്തത്തെ ഉപേക്ഷിച്ചു. നേരെ ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ഒരു വേണൂസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ഞാൻ ജോലിക്ക് വന്നു. പിന്നീട് അപ്പോഴും സിനിമ മോഹമുണ്ട്. ഈ സമയത്തൊക്കെ തന്നെയാണ് അവിടെ ചെയ്തെങ്കിൽ പോലും ഈ ജോലി ചെയ്തുകൊണ്ടും ഈ പ്രോജക്റ്റുകൾ അതിൻ്റെ ഇടയിലാണ് ഷഫിൾ ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് സിനിമ ആദ്യം എനിക്ക് കിട്ടുന്നത് സിഗ്നൽ എന്ന് പറഞ്ഞ ദേവകുമാർ ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്. അതിലാണ് ഞാൻ പ്രൊഡ്യൂസറായിട്ട് രംഗപ്രവേശം. പിന്നീട് കുറേ ആൾക്കാർ വന്നു, ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങിയ സാധനം കയറി വന്നു. അത് എന്താ പറയുക, തിയേറ്ററിൽ ഇറങ്ങിയെങ്കിൽ പോലും അതിൽ വില്ലൻ വേഷം ചെയ്തിട്ടാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. കാരണം കുറച്ചുകൂടെ മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു അഭിനയ രംഗം അതിലാണ് വരുന്നത്. അതിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് തന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് ഞാൻ പറയും. അത് സംവിധായകൻ കേട്ടാലും പറഞ്ഞാലും ഇനിയിപ്പോൾ അത് പരാതിപ്പെട്ടാലും എനിക്കത് വിഷയമല്ല. നമ്മൾ പൈസ ഇറക്കിയിട്ട് നമുക്ക് കിട്ടാതെ വരുന്ന അതൊരു വാശിയായിരുന്നു. ഒരു ഇപ്പം ഞാനൊരു ഡയറക്ടർ നിലയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് വാശി. ഞാനും ഒരു സംവിധായകനാകും, ഞാൻ എൻ്റെ സിനിമ തന്നെ അഭിനയിക്കുമെന്ന് വാശിപ്പുറത്താണ് വന്നു നിന്നത്. പക്ഷെ പിന്നീട് സിനിമ അഭിനയിക്കാൻ എന്നുള്ള മോഹമൊക്കെ പിന്നീട് എല്ലാം മാറ്റി വെച്ചു കേട്ടോ. ഡയറക്ഷൻ ചെയ്യാന്നുള്ളത്. ആകാശപ്പറവുകൾ എന്ന് പറഞ്ഞ ഒരു 42 മിനിറ്റിൻ്റെ ഒരു ഡോക്യുഫിക്ഷൻ ചെയ്തിട്ടാണ്, ശരിക്ക് സംവിധാനം ചെയ്തിട്ടാണ്, തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടാണ് ഞാൻ രംഗത്തേക്ക് വരുന്നത്, ഫീൽഡിലേക്ക് വരുന്നത്. അത് കണ്ട കുറച്ചാൾ ഞാൻ ഒരു തിയേറ്ററിൽ, തൃശ്ശൂരിലെ ഒരു തിയേറ്ററിൽ പ്രിവ്യൂ വെച്ചു. അപ്പോൾ ആ പ്രിവ്യൂവിൽ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുത്തിരുന്നു അവിടെ. അത് എനിക്കൊരു വലിയൊരു മോട്ടിവേഷനാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ എന്നുള്ളതിന് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. കാരണം അത് കണ്ടുപഠിച്ചിട്ടാണ് വരുന്നത്, കാരണം അനുഭവിച്ച് കണ്ടുവരുന്നത്. എല്ലാത്തിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വന്നത്. എങ്ങനെ ചെയ്യാം, അവിടെ എങ്ങനെ ഇത് പറയണം. അതിനിടയ്ക്ക് ക്യാമറ ഓടിക്കാൻ പോയി, അത് നടക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഇതിൽ വരുന്നത്. ആകാശപ്രവളം എന്ന ഡോക്യുഫിക്ഷൻ പ്രദർശനം കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, നിങ്ങൾക്ക് സിനിമ ചെയ്തുകൂടെ, ഞങ്ങൾ കുറച്ച് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് താരങ്ങൾ എന്ന സിനിമ. താരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ബാലങ്കൻ നായരുടെ ജീവിത ചരിത്രമാണ്. ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് കഷ്ടപ്പെട്ട് വന്ന് സൂപ്പർ സ്റ്റാർ ആയപ്പോൾ ഒരു അഹങ്കാരത്തിൻ്റെ മൂർത്തിവാദത്തിൽ അവസാന നിമിഷത്തിൽ ആരുമില്ലാത്തൊരു സാഹചര്യം വരുന്ന ഒരു സ്റ്റോറിയാണ്. ആ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം ആർട്ടിസ്റ്റുകളുള്ള പടം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻ്റ് എങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുന്നുള്ള അത് വെള്ളിത്തിരയിൽ വരുന്ന ആദ്യത്തെ സിനിമ. പക്ഷേ അതുകൊണ്ട് അതിൽ ഞാൻ വളരെ അഹങ്കാരത്തോടെ തന്നെ പറയും, ആദ്യമായി ചെയ്ത ലോ ബഡ്ജറ്റ് സിനിമ അത് തിയേറ്ററിലേക്ക് ഫാസ്റ്റായിട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം പലരും ആദ്യം ചെയ്തിട്ട് അതങ്ങനെ പലരും പെട്ടി കിടക്കാൻ പോകുന്ന പടങ്ങളെന്ന് പറയാറുണ്ട്.
അത് കഴിഞ്ഞപ്പോൾ ദ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടി വന്നു. സർക്കാരിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് മയക്കുമരുന്ന്, ലൈംഗിക ചൂഷണം, ട്രാഫിക് നിയമലംഘനം എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ വെച്ചിട്ടൊരു ഫീച്ചർ ഫിലിമാണ്. പക്ഷേ സെൻസർ കഴിഞ്ഞിട്ട് ഇപ്പോൾ സർക്കാർ അത് പ്രദർശനാനുമതി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, സ്കൂൾ കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടി ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ എനിക്കതിൽ പരാതിയില്ല. അത് പ്രൊഡ്യൂസ് ചെയ്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ സിനിമയാണ്. അതിൻ്റെ ഇടയിൽ താരങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന് പറയാനായിട്ടാണ് ഞാനൊരു അവയവദാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ മാറ്ററിലേക്ക് ഞാൻ വരാം. അതൊരു പ്രൊമോഷൻ്റെ ഭാഗമൊന്നുമല്ല. അത് എന്നെ ഇന്ന് ശരിക്കും പറഞ്ഞ സോഷ്യൽ വർക്കർ ആക്കിയത് അതാണ്. സത്യത്തിൽ ബ്ലഡ് കൊടുത്തിട്ട് തലകറങ്ങി വീണ ഞാൻ ഇനി ഒരിക്കലും ആർക്കും ബ്ലഡ് പോലും കൊടുക്കില്ല എന്ന തീരുമാനം എടുത്തിട്ട് എൻ്റെ ഒരു കിഡ്നി എനിക്ക് ഡൊണേറ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചെറമലച്ചനമാണ്. അതിലേക്ക് നമുക്ക് പിന്നെ നേരത്തിലേക്ക് വരാം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ബോംബെ പോസിറ്റീവ് ബോംബെ പോസിറ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ KP ഉണ്ണികൃഷ്ണൻ നിർമ്മിച്ച ഉണ്ണി മൂവീസിൻ്റെ ബാനറിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന അജിത്ത് പൂജാപ്പുരയുടെ തിരക്കഥ. അത് എൻ്റെ ഒരു വലിയൊരു പടമാണ്. വലിയ പടമാണ്. വലിയ ബഡ്ജറ്റ് എന്നല്ല, വലിയ പടമാണ്. ആ പടത്തിൽ ലുക്മാൻ, ബിനു പപ്പു, ജഗദീഷ്, ജോയ് മാത്യു, TG രവി, ശ്രീജിത്ത് രവി, ജയകൃഷ്ണൻ, മറ്റേ അങ്ങനെ ഒട്ടനവധി, രാഹുൽ മാധവ്, സൗമ്യ മേനോൻ, നേഗ സക്സേന അടങ്ങുന്ന 28ഓളം ആർട്ടിസ്റ്റുള്ള ഒരു പടമാണ്. അത് ഈ മാസം റിലീസാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ രഞ്ജിൻ രാജാണ് മ്യൂസിക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുള്ളത്. അതിൽ വിനീത് ശ്രീനിവാസനുണ്ട്, പാടിയിട്ടുണ്ട്. വിജയ് യേശുദാസ് പാടിയിട്ടുണ്ട്. അതുപോലെ ഹരിശങ്കർ പാടിയിട്ടുണ്ട്. മനോഹരമായ പാട്ടുകൾ. അതിപ്പോൾ മില്യൺ കടന്നിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. സിനിമയാണ്. സിനിമ ഫീൽഡ് പറയുമ്പോൾ സിനിമ എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. നമുക്ക് വേണമെങ്കിൽ കയറ്റിയിടാം, അല്ലെങ്കിൽ ഇതിടാം. ഡിസ്ക്രിപ്ഷനാണ് തീരുമാനിക്കുന്നത്.